ഫെബ്രുവരി 28-നായിരുന്നു എല്ലാം കീഴ്മേൽ മറിഞ്ഞത്. അമേരിക്കൻ സൈന്യം എപ്പിക് ഫ്യൂറി എന്നും ഇസ്രയേൽ സൈന്യം ലയൺസ് റോർ എന്നും പേരിട്ട് വിളിച്ച ആ സംയുക്ത സൈനിക നീക്കം ഇറാന്റെ നെഞ്ചിലേക്കാണ് ആഴ്ന്നിറങ്ങിയത്. ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള തർക്കങ്ങൾക്കിടയിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ഈ കടന്നാക്രമണം പശ്ചിമേഷ്യയെ തെല്ലൊന്നുമല്ല ഉലച്ചത്. അമേരിക്കയുടെ അഹങ്കാരവും ഇറാന്റെ വാശിയും ഏറ്റുമുട്ടുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ലോകത്തെ ഞെട്ടിച്ച ആ 7 സുപ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ യുദ്ധത്തിന്റെ ആദ്യത്തെയും ഏറ്റവും വലിയതുമായ പ്രഹരം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകമായിരുന്നു. മാർച്ച് 1-ന് ഖമേനിയുടെ മരണം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചതോടെ ഇറാൻ ഒരു അഗ്നിപർവ്വതമായി മാറി. തങ്ങളുടെ ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തിയതിന് പകരം ചോദിക്കുമെന്നും ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താവളങ്ങളെ തങ്ങളുടെ ശത്രുപക്ഷത്തുള്ള പ്രദേശങ്ങളായി കണക്കാക്കുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചതോടെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കോളമെത്തി ലോകം. രണ്ടാമത്തെ സംഭവം യുദ്ധത്തിന്റെ ക്രൂരത ഏറ്റവും കൂടുതൽ ഏൽക്കേണ്ടി വന്നത് നിഷ്കളങ്കരായ കുരുന്നുകൾക്കായിരുന്നു എന്നതാണ്. ലോക മനസാക്ഷിയെ നടുപ്പിക്കുന്ന ഒന്നായിരുന്നു അത്. ഇറാന്റെ മിനാബിലുള്ള ഷജാരെ തയ്യബ ഗേൾസ് എലിമെന്ററി സ്കൂളിന് നേരെ നടന്ന വിനാശകരമായ ആക്രമണത്തിൽ 150-ലധികം കുട്ടികളാണ് വെന്തുമരിച്ചത്. ടെഹ്റാനാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിലെന്ന് വൈറ്റ് ഹൌസ് പഴിചാരിയിരുന്നുവെങ്കിലും അമേരിക്കൻ സേന തന്നെയാണ് ഈ ആക്രമണം നടത്തിയതെന്ന് പിന്നീട് യുഎസ് സൈനിക അന്വേഷകർ തന്നെ രഹസ്യമായി വെളിപ്പെടുത്തിയത് ട്രംപിന്റെയും കൂട്ടരുടെയും ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുന്നതായിരുന്നു. പിഞ്ചുമക്കളുടെ ചോര വീണ ആ കുന്നിൻ ചെരുവുകൾ ലോകത്തിനു മുന്നിൽ ഒരു തീരാനോവായി എന്നും അവശേഷിക്കുമെന്നതിൽ തർക്കമില്ല. ഇതിനെ തുടർന്നാണ് മൂന്നാമത്തെ സംഭവം ഉണ്ടാവുന്നത്. അമേരിക്കയ്ക്കും ഇസ്രയേലിനും ചുട്ട മറുപടി നൽകാൻ ഇറാൻ ഒട്ടും വൈകിയില്ല എന്നതാണ് മറ്റൊരു വസ്തുത. തങ്ങൾക്കെതിരെ നടന്ന സംയുക്താക്രമണങ്ങൾക്ക് പ്രതികാരമായി ബഹ്റൈൻ, കുവൈത്ത്, UAE, ഖത്തർ, സൗദി അറേബ്യ, ഇറാഖ്, ജോർദാൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ വർഷം നടത്തി. അസർബൈജാനിലെ വിമാനത്താവളവും ഇറാന്റെ പടക്കോപ്പുകൾക്കിരയായി. തുർക്കിയുടെ വ്യോമാതിർത്തിയിൽ നാറ്റോ സംവിധാനങ്ങൾ മിസൈലുകൾ തടഞ്ഞെങ്കിലും ഗ്രീക്ക് സൈപ്രസിലെ താവളം ലക്ഷ്യം വെച്ച പ്രൊജക്ടൈലുകൾ വഴിതെറ്റിപ്പോയത് വലിയൊരു അപകടത്തിന് വഴിയൊരുക്കി. പശ്ചിമേഷ്യൻ ആകാശം മിസൈലുകളുടെ അഗ്നിപർവ്വതമായി മാറിയ കാഴ്ചയായിരുന്നു അത്. ലോകത്തിന്റെ സാമ്പത്തിക നട്ടെല്ലിനെ തന്നെ ബാധിക്കുന്നതായിരുന്നു ഇറാന്റെ അടുത്ത നീക്കം. തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്ക് അടച്ചുപൂട്ടിക്കൊണ്ട് ആ വഴി കടന്നുപോകാൻ ശ്രമിക്കുന്ന ഏത് കപ്പലിനെയും തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. എണ്ണ ടാങ്കറുകൾക്ക് നേരെ ആക്രമണം രൂക്ഷമായതോടെ ആഗോള എണ്ണവില കുതിച്ചുയർന്നു. അമേരിക്ക, ഇസ്രയേൽ, യൂറോപ്പ് തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഈ ജലപാത പൂർണ്ണമായും അടച്ചിട്ടതായി IRGC പ്രഖ്യാപിച്ചതോടെ ലോകം ഒരു വലിയ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് നീങ്ങി. പേർഷ്യൻ ഗൾഫിലെ ഏക സമുദ്ര കവാടം അടഞ്ഞതോടെ ലോകം മുഴുവൻ അതിന്റെ ചൂട് അനുഭവിച്ചു തുടങ്ങി. സമുദ്രത്തിനടിയിലെ യുദ്ധം അതിന്റെ പാരമ്യത്തിലെത്തിയത് മാർച്ച് 4-നായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇറാന്റെ അഭിമാനമായ ഐറിസ് ദേന എന്ന നാവിക യുദ്ധക്കപ്പലിനെ അമേരിക്ക മുക്കി. 87 നിരപരാധികൾക്ക് ജീവൻ നഷ്ടമായി. ഇന്ത്യയിൽ നടന്ന മിലാൻ 2026 നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു ഈ കപ്പൽ. ഇന്ത്യയുടെ അതിഥി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ കപ്പലിനെ ഇറാൻ തീരങ്ങളിൽ നിന്ന് 2000 മൈൽ അകലെ വെച്ച് മുക്കിയ അമേരിക്കയുടെ നടപടിയെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. കടൽ മധ്യത്തിൽ നടന്ന ഈ ക്രൂരത അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമായിരുന്നു. ട്രംപിന്റെ വാശിയും ഇറാന്റെ നിശ്ചയദാർഢ്യവും തമ്മിലുള്ള പോരാട്ടം ഇപ്പോൾ ഒരു കരാറിലെത്താൻ കഴിയാത്ത വിധം സങ്കീർണമാണ്. നിരുപാധികമായ കീഴടങ്ങൽ ഒഴികെ ഇറാനുമായി മറ്റൊരു കരാറിനും താൻ തയ്യാറല്ലെന്ന് മാർച്ച് 6-ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ പ്രഖ്യാപിച്ചു. ഇറാനെ നാശത്തിന്റെ വക്കിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ താൻ പ്രവർത്തിക്കുമെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും അത് ഇറാന്റെ മേലുള്ള സമ്പൂർണ്ണ ആധിപത്യത്തിനുള്ള നീക്കമാണെന്ന് ലോകത്തിന് വ്യക്തമാണ്. എന്നാൽ ട്രംപിന്റെ ഈ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ഇറാൻ തയ്യാറല്ല. തങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനും കീഴടങ്ങില്ലെന്ന് മാർച്ച് 7-ന് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ലോകത്തിനു മുന്നിൽ ഉറപ്പിച്ചു പറഞ്ഞു. അയൽരാജ്യങ്ങൾ ആക്രമിക്കാത്ത പക്ഷം അവരെ ലക്ഷ്യം വെക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയതോടെ യുദ്ധം വെറുമൊരു പ്രാദേശിക പോരാട്ടമല്ലെന്ന് ഉറപ്പായി. വിനാശത്തിന്റെ ഈ 7 നാളുകൾ പശ്ചിമേഷ്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കറുത്ത അധ്യായങ്ങളായി മാറിയിരിക്കുകയാണ്. ഖമേനിയുടെ വിയോഗവും പിഞ്ചുകുട്ടികളുടെ കൂട്ടക്കുരുതിയും സമുദ്രമധ്യത്തിലെ കപ്പൽ വേട്ടയുമെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു വലിയ വിപത്തിലേക്കാണ്. ട്രംപിന്റെ കീഴടങ്ങൽ സിദ്ധാന്തത്തിന് മുന്നിൽ ഇറാൻ വഴങ്ങാത്ത സാഹചര്യത്തിൽ ഈ യുദ്ധം എത്രനാൾ നീണ്ടുനിൽക്കുമെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. ആയുധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ കീഴടക്കാമെന്ന് കരുതുന്നവർ ഹോർമോസ് കടലിടുക്കിലെ സ്തംഭനവും ആഗോള സാമ്പത്തിക തകർച്ചയും കാണാതെ പോകരുത്. പശ്ചിമേഷ്യ കത്തുമ്പോൾ അതിന്റെ കരി പുരളുന്നത് ലോകത്തിന്റെ മുഖത്തുകൂടിയാണ്. സമാധാനത്തിന്റെ വഴികൾ അടഞ്ഞുപോകുന്ന ഈ നിമിഷങ്ങളിൽ മാനവികതയുടെ അന്ത്യമാകുമോ നാം കാണുന്നത് എന്ന ആശങ്കയാണ് ബാക്കിയാവുന്നത്. ഇനി എന്ത് സംഭവിക്കുമെന്ന് ലോകം ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ്.